ഇപ്പൊ 2 തരത്തിലുള്ള ആൾക്കാരാണ് വൈറലാവുന്നത്. അതാര്? ഒന്നില്ലെങ്കിൽ മൊത്തത്തിലൊരു ഓളം ഉണ്ടാക്കണം, അല്ലെങ്കിൽ തലയ്ക്ക് ഓളം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് വൈറലാവാൻ പറ്റൂല. ചേച്ചിക്ക് പറ്റും, ചേച്ചിക്ക് ചെറിയ ഓളമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നീ എന്നെ കളിയാക്കണതൊക്കെ എന്റെ അപ്പൂപ്പൻ കേട്ടായിരുന്നെങ്കിണ്ടല്ലോ. അപ്പൂപ്പ അത്രയ്ക്ക് വലിയ ഗുണ്ടേ? ഗുണ്ടൊന്നുമല്ല, പക്ഷെ ധൈര്യശാലിയും അഭ്യാസിയാണ്. എന്റെ അപ്പൂപ്പനെ വൈറലാവാൻ വേണ്ടി ചീറി പാഞ്ഞു പോണ റോഡിൽ കൂടെ കണ്ണും കെട്ടി 100-110 സ്പീഡിൽ ബൈക്ക് ഓട്ടിക്കണ ആളാണ്. എന്നിട്ട് അപ്പൂപ്പ ഇപ്പൊ എവിടെ? കെട്ടി വെച്ചിരുന്നോണ്ടാ 2 കണ്ണ് മാത്രം കിട്ടി, ബാക്കിയൊക്കെ പോയി. അതൊക്കെ പോട്ട്. നീ ആരെങ്കിലും പ്രാങ്ക് ചെയ്തിട്ടുണ്ടാ? ഒരു പ്രാവശ്യം പ്രാങ്കാൻ നോക്കിയിട്ടുണ്ട്. രാത്രി 12 മണിക്ക് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് വാതിലും തുറന്നിട്ട് അയ്യോ എന്നെ രക്ഷിക്കണേന്ന് ഞാൻ കൂവി വിളിക്കും. അപ്പൊ എന്നെ രക്ഷിക്കാൻ വേണ്ടി ആരെങ്കിലും ഓടി വരും. അവരെടുത്ത് ഞാൻ പറയും ഇതൊരു പ്രാങ്ക് ആയിരുന്നെന്ന്. എന്നെ രക്ഷിക്കാൻ വേണ്ടി ഓടി വന്നത് അപ്പുറത്തെ വീട്ടിലെ സുധാകരണ്ണായി. എന്നിട്ട് എന്തായി? അങ്ങനെയാണ് എനിക്കൊരു കുടുംബം ഉണ്ടായത്. അതൊക്കെ പോട്ട്, അതൊന്നും പറഞ്ഞ് സമയം കളയണ്ട. വായിച്ച് നമുക്ക് ടാറ്റു അടിക്കാം. എന്റെ പൊന്നു കൊച്ചെ, നിനക്ക് മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവൂലേ ഞാൻ പ്രാങ്ക് ചെയ്തതാണെന്ന്? ചേച്ചി എനിക്കൊരു വർക്ക് തന്ന് ഞാൻ ഇവിടെ വന്ന് അങ്ങനെയാണ് ടാറ്റു അടിച്ചിട്ടേ പോവുള്ളൂ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, ഇവിടെ RJ രഞ്ജിനി മാത്രം ഇരിക്കും. എന്റെ പേരെഴുതി കഴിഞ്ഞാ? പേരാ തെറി. എനിക്ക് നിന്നെ വിളിക്കാനുള്ള എല്ലാ തെറിയും ഞാൻ നിന്റെ മുതുകിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ നിനക്കെതിരെ കേസ് കൊടുക്കോടി. ഓടി പ്രാന്തി അല്ല പ്രാങ്കി.